അച്ഛൻ ഇടപെട്ടതുകൊണ്ട് മകളുടെ ജീവൻ രക്ഷപ്പെട്ടു. സമയത്ത് പോലീസ് ഇടപെടാഞ്ഞതുകൊണ്ട് കുറ്റവാളിയായിട്ടുള്ള വ്യക്തി, ഇത്ര വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തി നാടുകടക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിന് പ്രത്യേകിച്ചൊന്നും അഭിമാനിക്കാനായിട്ടില്ല. ഇവിടെ സംഭവിച്ചത് പോലീസ് സ്റ്റേഷനിൽ വളരെ ഗുരുതരമായിട്ട് വധശ്രമത്തിന് വിധേയയാക്കപ്പെട്ട ഒരു സ്ത്രീ പോയി പരാതി പറഞ്ഞിട്ട് കേസെടുക്കുവാൻ കഴിഞ്ഞില്ല. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഇൻവോക്ക് ചെയ്തുകൊണ്ട്, ഗുരുതരമായിട്ടുള്ള സെക്ഷൻസ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുന്ന ഒരാൾ കഴുത്തിൽ ഇതുപോലെ വയർ മുറുക്കി ജീവഹാനി വരെയും സംഭവിച്ചേക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകപ്പെട്ട ഒരാൾ, ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ ബ്ലഡ് വന്നിട്ട് ബ്ലഡ് ക്ലോട്ടായ പാടുകളോടി വരുന്ന ഒരാളോട് ആശുപത്രിയിൽ പോയി നിങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുമായി വരാൻ പറയുന്ന തരത്തിൽ കേരളത്തിലെ പോലീസ് അധപ്പതിച്ചിട്ടുണ്ട് എങ്കിൽ പോലീസിന് വന്നിട്ടുള്ള ഒരു മൂല്യച്യുതിയാണ്, അവരുടെ ഒരു മൊറാൽ. അത് രാഷ്ട്രീയ നേതൃത്വവും പോലീസിൻ്റെ ഭരണ നേതൃത്വവും കൺസിസ്റ്റൻ്റായിട്ട് അത് നഷ്ടപ്പെടുത്തി. ആരോടും ഉത്തരവാദിത്വം പറയേണ്ടതില്ല, ആരും ചോദ്യം ചോദിക്കാൻ വരില്ല, അതിനുള്ള ആ ഒരു ലെജിറ്റിമസി ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ആരോടും ഉത്തരം പറയേണ്ടതായിട്ടുമില്ല. ട്രേഡ് യൂണിയനിസം കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരു പോലീസ് സേനയാണ് നമ്മുടേത്. ഇത്തരത്തിൽ സർവീസ് അസോസിയേഷൻസ് വഴി രാഷ്ട്രീയക്കാർ അവരുടെ കരാളഗ്രസ്തം ഈ സർവീസിൽ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളായിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇത്രയും ഗുരുതരമായിട്ട് പീഡനത്തിന് വിധേയയാക്കപ്പെട്ട ഒരു സ്ത്രീ വന്നിട്ട് FIR ഇട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കോഗ്നൈസബിൾ ഒഫൻസാണ്. വധശ്രമം വൈകിയ വേളയിൽ ഇടുന്നത് ഏത് മജിസ്ട്രേറ്റിൻ്റെ ഡയറക്ഷൻ പ്രകാരമാണ്? അവർക്കിത് കണ്ടാൽ മനസ്സിലാകുമായിരുന്നില്ലേ? ഇത്രയധികം കെയർലെസ്സായി, ഇത്രയധികം സെൻസിറ്റീവ് ഒരു ഇരയോട് കാണിക്കേണ്ടതായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു തിരിച്ചറിവ്, ഇരയാണെന്നുള്ളൊരു തിരിച്ചറിവ് പോലും കാണിക്കാതെ, അത്രത്തോളം പോലും ഒരു സെൻസിറ്റിവിറ്റി കാണിക്കാതെ കേസെടുക്കുവാൻ വിമുഖത കാണിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സ്ത്രീധനത്തിൻ്റെ പേരിലും ഇത്തരത്തിൽ പോലീസുകാരുടെ നിസ്സഹകരണത്തിൻ്റെ പേരിലും പീഡനത്തിൻ്റെ പേരിലും ഒക്കെ തന്നെ ബലി കഴിപ്പിക്കപ്പെട്ട നിരവധി ജീവിതങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ ഇവിടെ എഴുതി ചേർക്കപ്പെടുമായിരുന്നു. വൈകിയ വേളയിൽ അവർ 307 രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിയെന്ന് ബോധ്യമായില്ലേ? ഇവിടെ ഒഫൻഡറെ ശരിക്കും സ്ക്രീൻ ചെയ്യുകയായിരുന്നില്ലേ? ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ ഒഫൻസ്. അതായത് ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി തെളിവുകളോടുകൂടി അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുക, കൂടുതൽ അന്വേഷണം ഗാഢമായ തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതെങ്ങനെ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു, ലുക്കൗട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ നാട് കടക്കാൻ കഴിഞ്ഞു എന്നൊക്കെ ബോധ്യപ്പെടുന്നുണ്ടാവും. ആ തലത്തിലേക്കൊക്കെ പോലീസ് അന്വേഷണം പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. മകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ എല്ലാ പിതാക്കന്മാർക്കും ഒരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞ ഒരു പിതാവും, മകളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴും രക്ഷിക്കാൻ കഴിഞ്ഞാതെ പോലീസിൻ്റെ നിസ്സഹകരണം കൊണ്ടും അവരുടെ വിക്ടിമൈസേഷൻ കൊണ്ടും ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെട്ട മറ്റൊരു പെൺകുട്ടിയുടെ പിതാവും. അപ്പോൾ രണ്ടുപേരും കേരളത്തിലെ ഇന്നത്തെ ചില യാഥാർത്ഥ്യങ്ങളുടെ റിഫ്ലക്ഷനാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് തരുന്നത്.